ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഫസ്റ്റ് ടൈം ആണ് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇത് VRSന്റെ അവസാന ഭാഗമാണ്. VRSന്റെ ക്രൂരതകളുടെ അവസാന ഭാഗ സ്റ്റോറിയാണ്. ഇതുവരെയുള്ള ക്രൂരതകൾ ഇവിടെ കൊണ്ട് അവസാനിച്ചു. പക്ഷെ ഇനിയും അവരൊരു പുതിയ സ്ഥാപനം തുടങ്ങാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പോൾ അവിടെ ഇതുപോലെ ക്രൂരതകളൊക്കെ കാണാതിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ ലെറ്റ്സ് സ്റ്റാർട്ട്. ദിസ് ഇസ് പാർട്ട് 6. കഴിഞ്ഞ ഭാഗത്ത് ഞാൻ നിർത്തിയത് VRSന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ നിന്ന് സൗമ്യ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലോട്ട് ഒരു ഓട്ടോമാറ്റിക് മെസ്സേജ് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു മെസ്സേജ് പോയിട്ടുള്ളതാണ് ഞാൻ ലാസ്റ്റ് സ്റ്റോറിയിൽ നിർത്തിയത്. അപ്പോൾ അത് അവൾ വലിയ കാര്യമൊന്നും ആക്കിയില്ല, അറിയാതെ വന്നതായിരുന്നു വിചാരിച്ചു. പക്ഷെ അതിനുശേഷം ഈ VRS ഇൻസ്റ്റാഗ്രാമിൽ ഒരു റീല് പോസ്റ്റ് ചെയ്യാനിടയായി. ആ റീല് ഞാൻ പിന്നെ ഇവിടെ കാണിക്കുന്നില്ല. അവര് സംഭവം എന്താ ഞാൻ വിശദമാക്കാം. അവര് VRSന്റെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു റീൽ ഇട്ടു. പുള്ളിക്കാരി VRSന്റെ ഓണർ എന്ന് പറയുന്ന ലേഡി. സംഭവമൊന്നുമില്ല, അവരുടെ തന്നെ ബ്രാൻഡാണ്, അവർ തന്നെ മാനുഫാക്ചർ ചെയ്ത ഡ്രസ്സാണെന്നും പറഞ്ഞിട്ട് ഒരു മോഡലായിട്ടുള്ള ഒരു പെൺകുട്ടി കുറച്ച് ഡ്രസ്സ് ഇട്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ തല വെട്ടിയിട്ടു. അതായത് തലഭാഗം കട്ട് ചെയ്തിട്ട് അവർ അവരുടെ ഇൻസ്റ്റാഗ്രാം റീലിൽ പോസ്റ്റ് ചെയ്തു. ഇത് കണ്ട സൗമ്യ അവക്കറിയാം അത് അവള് തന്നെയാണെന്ന്. കാരണം അവള് ഒലീവിയയ്ക്ക് വേണ്ടിയിട്ട് മാനുഫാക്ചർ ചെയ്ത് കൊടുക്കുന്ന ഡ്രസ്സിന്റെ വീഡിയോസ് ആയിരുന്നു. അവൾ തന്നെ ആ ഡ്രസ്സ് ഇട്ടിട്ടുള്ള വീഡിയോസ്. അപ്പോൾ അവൾക്കത് കണ്ടപ്പോൾ മനസ്സിലായി അത് അവളാണ്, അവളുടെ ഫോട്ടോയാണെന്ന് മനസ്സിലായി. അതുകൊണ്ട് ഇവൾ എന്ത് ചെയ്തു, ഈ VRSന്റെ ഓണർക്ക് മെസ്സേജ് അയച്ച് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് എൻ്റെ തല ഫോട്ടോ വെട്ടിയിട്ടിരിക്കുന്നത് ഇവള് ചോദിച്ചു. അപ്പോൾ ആ ഓഡിയോ നിങ്ങളെ ഒന്ന് കേൾപ്പിക്കാം. ഹലോ 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 എന്താണ്? ഒരു വീഡിയോ കണ്ടിട്ട് വിളിച്ചതാണ്. എന്റെ ഫോട്ടോ തല വെട്ടിയിട്ടാണ് അതിനകത്ത് ഇട്ടേക്കുന്നത്. അയ്യോ, ഞാൻ പലരുടെയും ഫോട്ടോ തല വെട്ടാറുണ്ട്. സ്വന്തമായിട്ട് കമ്പനിയും കടയൊന്നും സ്വന്തമായിട്ട് ഫോട്ടോസ് ഒന്നും ഇല്ലാത്തോണ്ടായിരിക്കും അല്ലേ? അതെ അതെ അതെ, അതുകൊണ്ട് തന്നെയാണ്. അതെ, ബാക്കിയുള്ള യൂസ് ചെയ്തല്ലേ ജീവിക്കാൻ പറ്റത്തുള്ളൂ. കാരണം സ്വന്തമായിട്ട് കടയും സ്വന്തമായിട്ട് ഫോട്ടോസ് ഇല്ലാത്തോണ്ടായിരിക്കും. അത്രേ ഉള്ളൂ. സ്വന്തമായിട്ട് കടയും സ്വന്തമായിട്ട് സ്ഥാപനങ്ങളും സ്വന്തമായിട്ട് ഒന്നും ഇല്ലാത്തത് കൊണ്ട് മറ്റുള്ളവരുടെ തലയും മറ്റുള്ളവരുടെ കാര്യങ്ങളൊക്കെ കോപ്പി അടിച്ച് തന്നെയാണ് നിൽക്കുന്നത്. നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ? ബാക്കിയുള്ളവരുടെ തല വെട്ടിയാണല്ലോ ഫോട്ടോ ഇട്ട് കണ്ടത്. ബാക്കിയുള്ളവരുടെ ഫോട്ടോ അല്ലല്ലോ ഇടേണ്ടത്. ആനടി ബാക്കിയുള്ളവരുടെ തല മാത്രമല്ല, ബാക്കി എന്തെങ്കിലും വെട്ടാനുണ്ടെങ്കിൽ അതും കൂടി വെട്ടിയെടുക്കും. ഓഹോ, അതിന് നിങ്ങൾക്ക് ആരുടെ റൈറ്റ്സ് വന്നേക്കുന്നത് ബാക്കിയുള്ളവരെ വെട്ടാൻ? അത് നീ ചോദിച്ച നിന്നെ നിങ്ങളെ ആരും വിളിച്ചില്ല. നിന്നെ ആരെങ്കിലും വിളിച്ചോ? നിനക്ക് നാണമില്ലേ? എന്റെ ഫോട്ടോ ഇട്ട് കാശുണ്ടാക്കാൻ നിനക്ക് നാണമില്ലേ? അപ്പൊ കേട്ടല്ലോ അല്ലേ? ഇതിന്റെ ചാറ്റും ഞാൻ സൈഡിൽ സ്ക്രീനിൽ കാണിക്കാം. അപ്പൊ പുള്ളിക്കാരി ഭയങ്കര മിസ്ബിഹേവ് ചെയ്തു. VRSന്റെ ഓണർ സൗമ്യ എന്ന് പറഞ്ഞ പെൺകുട്ടികൾ ഭയങ്കര മോശമായ രീതിയിൽ കുറച്ചുകൂടി തെറി വിളിക്കുന്ന വീഡിയോസ് ഒക്കെ ഉണ്ട്. അത് കേൾപ്പിക്കാൻ ഞാൻ ഇവിടെ ആഗ്രഹിക്കുന്നില്ല. അങ്ങനത്തെ ഓഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിനുശേഷം ഈ പെൺകുട്ടിക്ക് മനസ്സിലായത് കാര്യത്തിന്റെ പോക്ക് അത്ര ശരിയല്ല, ഒരു ബന്ധം ഇനി പാടില്ല എന്ന് പറഞ്ഞിട്ട് അന്ന് മുദ്ര പേപ്പറിൽ ഒപ്പിട്ട് പിരിഞ്ഞതാണ് ഇവർ. പിന്നെ ഈ പെണ്ണുങ്ങൾ എന്തിനാണ് എന്നെ ചൊറിഞ്ഞു വരുന്നതെന്ന് സൗമ്യക്ക് തോന്നി. അങ്ങനെ സൗമ്യ എന്ത് ചെയ്തു, അന്ന് എറണാകുളം പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ട് ഇത് ഒത്തുതീർപ്പാക്കിയിട്ടുള്ള ഒരു SI ഉണ്ടായിരുന്നു. പുള്ളിക്കാരന് വാട്സപ്പിൽ ജസ്റ്റ് മെസ്സേജ് ഇട്ടു, സാർ ഇന്ന മാതിരി ഒരു ഇഷ്യൂ ഉണ്ട്, ഈ VRSന്റെ ഓണർ പിന്നെ എന്നെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ എന്നെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് ഈ സൗമ്യക്കുട്ടി എന്ത് ചെയ്തു, പിന്നെ അവിടെയുള്ള SI സാറിന് മെസ്സേജ് ഇട്ടു. അതും ഞാനിവിടെ സ്ക്രീനിൽ കാണിക്കും. അപ്പൊ പുള്ളിക്കാരൻ ആ മെസ്സേജ് കണ്ടോ ഇല്ലയോ എന്ന് അറിയത്തില്ല. ബ്ലൂടിക്ക് എന്നുള്ള ഓപ്ഷൻ ഓഫ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. മേ ബി ആ SI അവിടുന്ന് ട്രാൻസ്ഫർ ആയിട്ട് വേറെ സ്ഥലത്തോട്ട് പോയത് കൊണ്ടോ എന്തായിരിക്കാം, അറിയില്ല എന്താണെന്ന്. പുള്ളിക്കാരൻ അതിന് റിപ്ലൈ ഒന്നും തന്നിട്ടില്ല. പിന്നെ ഇവളാണെങ്കിൽ സൗമ്യയാണെങ്കിൽ ബിസിനസിന്റെ തിരക്കിലോട്ട് പോയി, അവളത് മൈൻഡ് ചെയ്യാനും പോയിട്ടില്ല. പക്ഷെ റീസെന്റ് ആയിട്ട് നമ്മുടെ ഒലീവിയ ഇഷ്യൂ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയ സമയത്ത്, അതുപോലെ VRS പുതിയൊരു ഷോപ്പ് ഇടാൻ പ്ലാൻ ചെയ്തിരുന്ന സമയത്ത് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. VRS എന്ന് പറഞ്ഞ ലേഡീൻ്റെ യൂട്യൂബ് അക്കൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. കണ്ടിന്യൂസ് ആയിട്ട് ലൈവുകൾ ഫ്രീക്വന്റ് ആയിട്ട് അവർ ലൈവ് ഇട്ടിട്ട് ഈ ഒലീവിയന് ഭയങ്കരമായിട്ട് ഇൻസൾട്ട് ചെയ്ത് അവർ അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു, മാർക്കറ്റ് ഡൗൺ ആക്കുന്നു, അങ്ങനെയാണ് ഇങ്ങനെയാണ്, പിന്നെ ഭയങ്കര കുറ്റപ്പെടുത്തലുകൾ മാത്രമേ ഉള്ളൂ. അതെനിക്ക് ഈ സൗമ്യനെ പറ്റിയും പറയുന്നുണ്ട് ആ ലൈവുകളിലൊക്കെ. സൗമ്യ എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടി എന്നെ പറ്റിച്ചു പോയി, അങ്ങനെയാണ് ഇങ്ങനെയാണോ എന്നിട്ട് അവളെ ഭയങ്കര രീതിയിൽ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത് കേട്ട സൗമ്യ, നമുക്കായാലും ഉണ്ടാവും, നമ്മളൊരാൾ ലൈവിൽ വന്നിട്ട് ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും, അങ്ങനത്തെ ഒരു സംഭവം ഇല്ലാത്ത സ്ഥിതിക്ക് നമുക്കായാലും ദേഷ്യം വരും. അതുപോലെ തന്നെ സൗമ്യ ഇവളുടെ ഈ VRS എന്ന് പറയുന്ന ലേഡീൻ്റെ ലൈവിന്റെ താഴെ വന്ന് കമന്റ്സും കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങി. അതിനുശേഷമാണ് ഈ ഒലീവിയ ആയിട്ടുള്ള ഇഷ്യൂസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതും
പിന്നെ ബാക്കി അതിനെ തുടർന്നുണ്ടായ സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ ഒന്നും കൂടി വിശദമാക്കാൻ ഇവിടെ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ സൗമ്യ എൻ്റെ ഫ്രണ്ടാണ്, പുള്ളിക്കാരി എന്നോട് വിളിച്ചു പറഞ്ഞു, എടി ഇന്ന പോലെയാണ് കാര്യങ്ങൾ, നീ ഒന്നും വിചാരിക്കുന്ന പോലെയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഈ കാര്യങ്ങളൊക്കെ എന്നോട് തുറന്നു പറയുകയാണ് ഉണ്ടായത്. ഇതോടെ ഇവിടുത്തെ സ്റ്റോറി, ഇത്രയും വരെയുള്ള സ്റ്റോറി ഇവിടെ അവസാനിച്ചിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ഇതിനെ തുടർന്ന് ഉണ്ടാവുകയാണെങ്കിൽ ഞാനത് ഒരു വീഡിയോ ആയിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഞാനൊരു പാർട്ട് 3 വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ സൗമ്യ എന്ന് പറഞ്ഞ പെൺകുട്ടി മാത്രമല്ല, ഒരുപാട് പെൺകുട്ടികൾ ഈ VRSന്റെ കയ്യിൽ നിന്നും ദുരനുഭവങ്ങൾ നേരിട്ടിട്ടുള്ള ഒരുപാട് പെൺകുട്ടികളുണ്ട്. അപ്പോൾ അവരൊക്കെ ഓപ്പൺ ആയിട്ട് വന്നിട്ടൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ അവർക്കുണ്ടായ അനുഭവം തുറന്നു പറയാൻ അവർക്കൊന്നും താല്പര്യമില്ല. മേ ബി പേടിച്ചിട്ടായിരിക്കാം, ഇനി അല്ലെങ്കിൽ ഇതുപോലെ 500 രൂപ മുദ്രപത്രത്തിൽ ഇവരെ കൊണ്ടൊക്കെ എഴുതി ഒപ്പിടിപ്പിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ പാർട്ട് 3 വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു മെയിൽ സ്റ്റാഫ് ഉണ്ട്, ഇവരുടെ കയ്യിൽ നിന്ന് ദുരനുഭവം നേരിട്ടിട്ടുള്ള ഒരു മെയിൽ സ്റ്റാഫ് ഉണ്ട്. അപ്പോൾ പുള്ളിക്കാരൻ്റെ ഒരു വോയിസുമായിട്ട് ഞാൻ വരുന്നു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ വോയിസും കൂടി നിങ്ങളെ ഞാൻ കേൾപ്പിക്കാം. എൻ്റെ പേര് ഹാഷിം എന്നാണ്. ഞാൻ മൂവാറ്റുപുഴയിലും കോതമംഗലത്തും കോലഞ്ചേരിയിലൊക്കെ സ്വന്തമായിട്ട് ഷോറൂം നടത്തിക്കൊണ്ടിരുന്നതാണ്. അപ്പോൾ ലാസ്റ്റ് 2018 വെള്ളപ്പൊക്കത്തിൽ ഒരു വലിയ നഷ്ടമൊക്കെ സംഭവിച്ച് ഞാൻ ആ ഷോറൂം ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. അത് കഴിഞ്ഞ് ഞാനൊരു നല്ലൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ പറഞ്ഞ VRSൻ്റെ ആൾ എന്നെ ഒന്ന് കോണ്ടാക്ട് ചെയ്യുകയും, അതായത് അവർ സ്ഥിരമായിട്ട് അവിടെ ഡൈ ചെയ്യാനൊക്കെ വരുന്നതുകൊണ്ട് എന്നെ അവിടെ ഒന്ന് കോണ്ടാക്ട് ചെയ്യുകയും അവരുടെ സ്ഥാപനത്തിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തു. 2 മാസത്തോളം അവരെൻ്റെ പുറകെ കിടന്നിട്ടാണ് ഞാൻ ആ സ്ഥാപനത്തിലേക്ക് ചെല്ലുന്നത്. 2 മാസം പുറകെ കിടക്കുന്നത് മാത്രമല്ല, അവരെനിക്ക് 50,000 രൂപ സാലറി, കാരണം ഞാനൊരു സ്ഥാപനം നടത്തിക്കൊണ്ടിരുന്നതാണ്. എനിക്ക് അവർ ചെയ്യുന്ന സംഭവങ്ങളിലെല്ലാം എനിക്ക് നല്ല രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാനൊക്കെ എനിക്ക് പറ്റുമായിരുന്നു. നല്ല രീതിയിലുള്ള ടേൺ ഓവർ ഉണ്ടാക്കി കൊടുക്കാനും പറ്റുമായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് തന്നെയാണ് അവരത് എനിക്ക് എൻ്റെ ഈ സാലറിയിൽ എന്നെ അവിടെ അഡ്മിറ്റ് ചെയ്തതും. അപ്പോൾ അത് കഴിഞ്ഞ് അവിടെ ഉണ്ടായ ദുരനുഭവങ്ങൾ ഒരുപാടുണ്ട്, അതൊന്നും ഞാൻ പറയാൻ നിൽക്കുന്നില്ല. അപ്പം ബേസിക്കായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഒരു റണ്ണിങ്ങിൽ അങ്ങ് ഓടിച്ച് പറയാവുന്നേ ഉള്ളൂ. കാരണം അവിടെ ചെന്നതിന് ശേഷമാണ് ഭയങ്കര സോപ്പിടലും കാര്യങ്ങളൊക്കെയാണ് ആ സമയത്തൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് എൻ്റെ അവിടെ ജോലി ചെയ്തതിൻ്റെ 1 മാസം ജോലി ചെയ്തതിൻ്റെ സാലറി എനിക്ക് കിട്ടിയില്ല എന്ന് മാത്രമല്ല, ഞാൻ അവർക്ക് വേണ്ടിയിട്ട് ഒരു 5-6 ലക്ഷം രൂപയുടെ സാധനം വാരണാസിയിൽ നിന്ന് എടുത്തു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് എനിക്ക് ഒരുപാട് പാർട്ടീസിനുമായിട്ട് കണക്ഷനുണ്ട്. അപ്പോൾ എനിക്ക് ക്രെഡിറ്റ് കിട്ടും. ഞാൻ അവരോട് സംസാരിച്ചിട്ട് ഞാൻ ക്രെഡിറ്റായിട്ട് മേടിക്കുന്നതാണ്. അപ്പോൾ ഞാൻ അങ്ങനെ പലർക്കും എടുത്ത് കൊടുക്കാറുണ്ട്. അവരൊക്കെ പേയ്മെൻറ്റും കൊടുക്കാറുള്ളതാണ്. അപ്പം ഇവർക്ക് ഞാനത് എടുത്തു കൊടുത്തതിന് ശേഷം ഇവരതിൻ്റെ പേയ്മെൻറ്റും കൊടുത്തിട്ടില്ല, എനിക്ക് കിട്ടേണ്ട സാലറി തന്നിട്ടില്ല. അവർ ചുമ്മാ അവരുടെ ചുറ്റിക്കളി കാര്യങ്ങളെന്ന് പറഞ്ഞിട്ട് അവരങ്ങനെ നടക്കുകയും ചെയ്യും. അപ്പം അങ്ങനെ ഈ സ്ഥാപനത്തിന് വേണ്ട സമയത്ത് പേയ്മെൻറ്റോ കാര്യങ്ങളൊന്നും കിട്ടാത്തതുകൊണ്ടും അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും കിട്ടാത്തതുകൊണ്ടും ഒക്കെയാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങുകയാണെന്ന് പറഞ്ഞ് എൻ്റെ 1 മാസം സാലറിയും അവരിന്ന് വരെ എനിക്ക് തന്നിട്ടില്ല. ഈ പറഞ്ഞ പേയ്മെൻറ്റും കൊടുത്തിട്ടില്ല. അങ്ങനെയുള്ള ഒരുമാതിരി കളികളൊക്കെയാണ് അവരുടെ കളികൾ. ഇത് ചോദിച്ചു തന്ന സമയത്ത് നല്ല പച്ചത്തെറിയാണ് അവർ പറയുക. ആദ്യമൊന്നും ഫോൺ എടുക്കില്ല. അത് കഴിഞ്ഞ് നമ്മളെ കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ ശരിയാക്കാം എന്നൊക്കെ പറഞ്ഞങ്ങ് ഓടിപ്പോവും. അത് കഴിഞ്ഞ് പിന്നെ വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ തെറി വിളിച്ചിട്ട് കോള് കട്ട് ചെയ്യുക, പിന്നെ വിളിച്ചാൽ ഫോൺ എടുക്കില്ല. ഇതാണ് അവരുടെ ഇത്. അപ്പൊ എല്ലാവരും കേട്ടല്ലോ അല്ലേ? ഇതിനെപ്പറ്റി ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ, നിങ്ങൾക്ക് കേട്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടോ എന്താണെന്ന്. പിന്നെ നിങ്ങളൊക്കെ വിചാരിക്കുന്ന പോലെ ഒന്നല്ല, കുറച്ചുകൂടി കളികൾ ഇതിന്റെ ബാക്കിൽ നടക്കുന്നുണ്ട്. ഇവർക്ക് ഒലീവിയനെ പൂട്ടിക്കാൻ വേണ്ടിയിട്ട് ഒരാഗ്രഹമില്ല, ഞങ്ങൾ തമ്മിൽ ഒരു ബന്ധമില്ല എന്നൊക്കെ ഇവർ ചുമ്മാ തള്ളി മറിക്കുന്ന മാത്രമാണ്. ഇതൊക്കെ ഒരു ബിസിനസ് തന്ത്രങ്ങളാണ്, മാഫിയ ആണ് ഇതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്നത്. അപ്പൊ അതൊന്നും ഞാൻ പിന്നെയും എടുത്തിട്ട് വഷളാക്കാൻ ആഗ്രഹിക്കുന്നില്ല. ബുദ്ധിയുള്ളവനാണെങ്കിൽ മനസ്സിലായിക്കോട്ടെ. അപ്പൊ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.